ഹായ് ഫ്രണ്ട്സ്, ടൈലർ ടെക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യലിലെ ഏറ്റവും ചെറിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ഷർട്ടുകൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. പിന്നെ ഇന്ന് ഞാൻ അപ്പം ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തുന്നഴിഞ്ഞ് പോരാത്ത രീതിയിൽ ബട്ടൺസ് എങ്ങനെ നമുക്ക് ഷർട്ടിലും പാൻറ്റിലൊക്കെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സാധാരണ ലെവലിൽ നമ്മൾ ഷർട്ട് അടിച്ചു കൊടുക്കുന്ന ബട്ടൺസൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതിന് വേറൊരു ടെക്നിക്ക് ഉണ്ട് കെട്ടിടുന്നതിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ട ഇതേപോലെയാണ് ബട്ടൺസ് നമുക്ക് പെട്ടെന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ നമ്മൾ അലക്കുന്ന സമയത്തൊക്കെ ഇത് പൊട്ടിയിട്ട് പോകും. പിന്നെ അത് നൂല് പൊട്ടിയിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഇതിങ്ങനെ അടിച്ച് പൊട്ടിക്ക് ഇത് കളയുന്നതിന് നമ്മൾ അത് ചെയ്യാതിരിക്കുക, അടിച്ച് കളയാതിരിക്കുക. പക്ഷെ ബട്ടൺസ് നമ്മൾ നൂല് പൊട്ടിയിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നൂലില്ല ഇതാ ഇങ്ങനെ കുറച്ച് നീളത്തിലെടുത്തിട്ട് ഒരു വട്ടം വെക്കാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്യുക. കുറച്ച് നീളത്തിൽ പൊട്ടിച്ചെടുക്കുക സെൻറ്റർ, അതായത് രണ്ട് മടക്കായിട്ട് ഒരു മടക്കിയിട്ട് രണ്ട് നൂലായിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് രണ്ട് മടക്കായിട്ടുള്ള നൂലാണ് നമ്മൾ സൂചിയിലിടാൻ പോകുന്നത്. കണ്ടോ, ഈസിയാണ്. കുറച്ച് വലിപ്പമുള്ള സൂചിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി കിട്ടും. ഇപ്പം മൊത്തത്തിൽ 4 ത്രെഡ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തിലൊരു കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ഈ മുകൾ ഭാഗത്ത് ബട്ട എവിടെ വെക്കേണ്ട അവിടെ നിന്ന് അടിയിലോട്ട് ആദ്യത്തെ കുത്തുക സൂചി കണ്ടില്ലേ. എന്നിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ കുത്തുക. ആ കുത്തുമ്പോൾ ബട്ടണെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താ അങ്ങനെ. ഇനി ശ്രദ്ധിക്കേണ്ടത് നൂല് കുറച്ച് ലൂസാക്കി ഇട്ട് കൊടുക്കുക. ടൈറ്റായിട്ട് വലിക്കരുത്. ഒരു ചെറുതായിട്ടൊന്ന് ലൂസാക്കി ഇട്ട് കൊടുക്കുക. കണ്ടത് ലൂസാണ്, നൂല് ലൂസാണ്. ലൂസാക്കി ഇടുക ചെറുതായിട്ട്. പണ്ടൊക്കെ ഇത് തുന്നുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ചെറിയ കമ്പിയൊക്കെ വെച്ചിട്ടാണ് തുന്നുക. എന്നിട്ട് ടൈറ്റാക്കി തിന്നിട്ട് കമ്പിയിൽ അവസാനം ഊരിയെടുക്കുമായിരുന്നു. അതിങ്ങനെ 3 കുത്തിയാൽ മതി ഒരു ഹോളിലൂടെ. അധികം കുത്തി കുറേ നൂലിട്ട് കുത്തൊന്നും വേണ്ട ആവശ്യമില്ല. രണ്ട്, 3. ഇനിയാണ് ഇതിനകത്ത് കുത്തില്ലേ, അത് ബട്ടൻ്റെ ഹോൾസിനുള്ളിൽ കയറാതെ ഇതിലൂടെ എടുക്കുക. എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക. എന്നിട്ട് ഇവിടെ ഒരു 3-4 ഇങ്ങനെ ചുറ്റുക, ബട്ടൺസിൻ്റെ ചുറ്റും. എന്നിട്ട് ഇങ്ങനെ കയ്യിലൊടിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിലോട്ട് തന്നെ വീണ്ടും കുത്തിയെടുക്കുക. ഇവിടെയാണ് പിന്നെ നമ്മൾ കെട്ടിടാൻ പോകുന്നത്. 1 2 3 ഒരു കെട്ടപ്പെട്ടു. ആ കെട്ടിലൂടെ തന്നെ അടുത്ത് ഒരു കുത്തൂടി കുത്തുക. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു. ബട്ടൺ വെച്ച് കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അറിഞ്ഞു പോരത്തില്ല. കാരണം എന്താ വെച്ചാൽ ബട്ടൺസ് ഉണ്ടോ, ആ പീസ് ഒന്ന് പൊങ്ങി നിൽക്കും, അതേപോലെ ഇത് ഫ്രീ ആയിട്ട് കിടക്കും. ഇതുകൊണ്ടാണ് ഇങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബട്ടൺസ് പൊട്ടിപ്പോയില്ല. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ മുകളിലൊക്കെ ബട്ടൺസ് ഇടാൻ ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മളിത് മൊത്തം ബോഡിയിലോട്ട് അമർന്ന് പ്രസ്സായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാവും. ബട്ടൺസിൽ വരെ അതിൻ്റെ പ്രസ് കൊണ്ട് ബട്ടൺസ് പൊട്ടിപ്പോവും. അപ്പോൾ ഫ്രണ്ട്സ്, ബട്ടൺ
തുന്നുന്ന വിധം നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നുണ്ടാവും. ഷർട്ടിന് വിധ തന്നെ തുന്നുന്നത്, പക്ഷേ ഷർട്ടിന് ഇത്രയും ബോഡിയിൽ നിന്ന് പൊക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക്സ് പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.